ഈറ്ററുകൾ ചെന്നു ചേരുന്നത്. തെക്കൻ ഇന്തോനേഷ്യൻ ദ്വീപുകളാണ് ബഹുഭൂരിപക്ഷം റെയിൻബോ ബീ ഈറ്ററുകളും ബ്രീഡിങ്ങിനായി തെരഞ്ഞെടുക്കുക, പ്രത്യേകിച്ചും ജനവാസമില്ലാത്ത ചെറുദ്വീപുകൾ. മെറോപ്സ് ഒർണാറ്റസ് എന്നാണ് റെയിൻബോ ബീ ഈറ്ററിന്റെ ശാസ്ത്രനാമം. ഓസ്ട്രേലിയയുടെ തനത് ബീ ഈറ്റർ ഇനമായതിനാൽ ഓസ്ട്രേലിയൻ ബീ ഈറ്റർ എന്നും ഇവയ്ക്ക് പേരുണ്ട്. എവിടെയും സ്ഥിരമായോ ദീർഘകാലത്തേക്കോ പാർപ്പുറപ്പിക്കാതെ ചുറ്റിയടിക്കൽ ജീവിതവ്രതമാക്കിയ ബീ ഈറ്റർ ഇനങ്ങളുമുണ്ട്. അതിൽ എടുത്തു പറയേണ്ടതാണ് സദേൺ കാർമിൻ ബീ ഈറ്റർ. വർഷത്തിൽ 3 ഘട്ടങ്ങളായുള്ള മൈഗ്രേഷൻ ഇവർ പൂർത്തിയാക്കിയിരിക്കും. മെറോപ്സ് നുബികോയിഡസ് എന്നാണ് സദേൺ കാർമിൻ ബീ ഈറ്ററിന്റെ ശാസ്ത്രനാമം. കാർമിൻ ബീ ഈറ്റർ എന്നു മാത്രമായും ഇവ അറിയപ്പെടുന്നു. ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള 4 മാസമാണ് സദേൺ കാർമിൻ ബീ ഈറ്ററിന്റെ ബ്രീഡിംഗ് സീസൺ. തെക്കൻ ആഫ്രിക്കൻ രാജ്യമായ സിംബാബ്വേയെയാണ് പരമ്പരാഗതമായി ഇവർ ബ്രീഡിങ്ങിന് വേണ്ടി തെരഞ്ഞെടുക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 1300 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതും ധാരാളം മലനിരകളെ ഉൾക്കൊള്ളുന്നതുമായ സിംബാബ്വേയുടെ ഭൂപ്രകൃതി ബീ ഈറ്റർ ബ്രീഡിങ്ങിന് തികച്ചും അനുയോജ്യമാണ്. ബ്രീഡിംഗ് സീസൺ കഴിയുന്നതോടെ തെക്കോട്ട് യാത്ര ആരംഭിക്കുന്ന സദേൺ കാർമിൻ ബീ ഈറ്റർ സംഘം സൗത്ത് ആഫ്രിക്കയിൽ എത്തിച്ചേരും. വേനൽക്കാലം ഇവർ ചെലവഴിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ്. ഫെബ്രുവരിയോടെ വേനൽ അവസാനിക്കും. തുടർന്ന് ഭൂമധ്യരേഖയോട് ചേർന്നുള്ള മേഖലകൾ ലക്ഷ്യമാക്കി പ്രയാണം തുടരുകയായി. 3 ഘട്ടങ്ങളായുള്ള വാർഷിക മൈഗ്രേഷൻ പൂർത്തിയാവുന്നതോടെ സദേൺ കാർമിൻ ബീ ഈറ്റർ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടിയിരിക്കും.